ഓഫ് മുസ്ലിസിന്റെ പ്രഥമ അവാർഡ് ടി.എൻ. ജോയ്ക്ക് സമർപ്പിച്ചു. ചുറ്റുപാടുകളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരുടെ ബോധസംഗമമൊരുക്കി ടി.എൻ. ജോയ് സോൾ ഓഫ് മുസ്ലിസിന്റെ പ്രഥമ അവാർഡ് ഏറ്റുവാങ്ങി. ഔപചാരികതയുടെ പരിവേഷങ്ങൾ ഏതുമില്ലാതെ വേദിയും സദസ്സും ഒന്നാക്കി സൗഹൃദത്തിന്റെ കൂട്ടായ്മയിൽ പുരസ്കാരദാനം എങ്ങനെ സർഗാത്മകമാക്കാമെന്നതിന്റെ അന്വേഷണം പ്രകടമായ അന്തരീക്ഷത്തിൽ സാഹിത്യകാരനായ ടി.കെ. ഗംഗാധരൻ പുരസ്കാരദാനം നിർവഹിച്ചു. വിപ്ലവത്തെ സ്നേഹിച്ച ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് മാർക്സിസത്തിന് പ്രസക്തിയില്ല എന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അതിന് കാരണം? അദ്ദേഹം പറഞ്ഞത്, മുതലാളിത്തത്തിന്റെ കടന്ന് വരവോടുകൂടി അതിന്റെ വ്യാപനത്തോടുകൂടി ഈ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ക്രയവിക്രയങ്ങളും ഒരേപോലെയായി തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദാരിദ്ര്യം, ചൂഷണം, രോഗം ഇതൊക്കെ ഇല്ലാതായി തീരുമോ? ഇതൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം, ലോകത്തെവിടെയും നിലനിൽക്കുന്നിടത്തോളം കാലം മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തിന് നിലനിൽപ്പുണ്ടാവും എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. കെ.ജെ. ശിവാനന്ദൻ, എൻ.ആർ. വിനോദ്കുമാർ, ബക്കർ മേത്തല, രാജൻ കോട്ടപ്പുറം, ഡോക്ടർ പി.കെ. സുലേഖ, പ്രൊഫസർ സുബൈദ, പി. രാമൻകുട്ടി, എം.എസ്. ബനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് നാരായണൻ, കണ്ണൻ സിദ്ധാർത്ഥ്, താജ്, അശ്വതി രാജ്, നഫീസത്ത് ബീവി, യു.കെ. സുരേഷ് കുമാർ തുടങ്ങിയവരുടെ കവിതാലാപനം, കഥാപാരായണം എന്നിവ നടന്നു. നാടൻ പലഹാരങ്ങൾ സമ്മാനിച്ചും അവ പങ്കുവച്ചും ഔപചാരികതയെ പടിക്ക് പുറത്താക്കി നടത്തിയ പുരസ്കാര സമർപ്പണത്തിന് ടി.എൻ. ജോയ് നന്ദി പ്രകാശിപ്പിച്ചു. ആ മൊബൈൽ ഫോൺ പ്രതിയെ കുറിച്ചായിരുന്നു ഇത്ര വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ഞാനത് സൂചിപ്പിക്കണം. ആളെ വിജയമാഷം അനുഭവപ്പെടുന്നുണ്ട്. വിജയമാഷം കൊടുത്തിട്ട് ഏറ്റവും കടുത്ത ഒരു വിമർശനം മരിച്ച ദിവസം ഉന്നയിക്കുകയുണ്ടായി. RSSന്റെ ഒരു നേതാവ് ഉന്നയിച്ചു, മാഷ് പണ്ടൊക്കെ കുഴപ്പമായിരുന്നു, ഒരുപാട് മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് കൊലകളെ ന്യായീകരിച്ചിരുന്നു, അവസാന കാലത്ത് മാഷ് നന്നായിരുന്നു. അതിനന്ന് ഇ.പി. വാസുദേവൻ മറുപടി നൽകി, മാഷയ്ക്ക് ഒരു മാറ്റം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അനിവാര്യമായ പദപ്രയോഗത്തിന്റെ കാര്യത്തിൽ ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തമായിരുന്നു. പക്ഷെ സാക്കളെ സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, അത് ഞാൻ പിൻവലിയില്ല. പ്രാഥമികത്തെ ശരിയല്ല. സാക്കളെ കൊല്ലരുത്. അത് മാർക്സിസ്റ്റുകാരുടെ സംഘടനത്തിൽ കൊല്ലപ്പെട്ടതും താരതമ്യപ്പെടുത്തില്ല. നാടൻപാട്ട് കലാകാരനായ സുബ്രഹ്മണ്യന്റെ നാടൻപാട്ടോടെ തുടങ്ങിയ പുരസ്കാരദാന ചടങ്ങിൽ രാമൻ, ബിനീഷും മനോജ് കുമാറും ചേർന്ന് അവതരിപ്പിച്ച തബല വീണ ഫ്യൂഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് പ്രമുഖ പത്രപ്രവർത്തകൻ എം.എസ്. ബനേഷ് കൂടംകുളം സമരത്തെ അധികരിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. വർഷങ്ങൾക്ക് മുൻപ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി നാരായണൻകുട്ടിയുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കുകയെന്ന ബാനർ പ്രദർശിപ്പിച്ച വേദിയിലായിരുന്നു പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത്.